Ladies and gentlemen, now the time to announce the result of World Diabetic Survey 2K24. And the second prize goes to India. എല്ലാവർക്കും സ്വാഗതം. വേൾഡ് ഡയബറ്റിക് സർവേയിൽ നിങ്ങൾക്ക് 2ാം സ്ഥാനമാണ്. ഇതിൽ എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിൽ ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെയുള്ള ജനങ്ങളാണ്, അവർക്കാണ് ഫുൾ ക്രെഡിറ്റ്. ഇപ്പോഴുള്ള ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ എന്തൊക്കെയാണ് നിന്നെ സഹായിച്ചത്? പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് കുറേ വർഷങ്ങളായിട്ടുള്ള പ്രയത്നത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ പണ്ടത്തേതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇപ്പം ആളുകൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്, അവരുടെ ലൈഫ് സ്റ്റൈലിലുണ്ടായ വ്യത്യാസങ്ങൾ, ഇപ്പം ഉള്ള ജോബുകളെല്ലാം ഒരു സെഡൻറ്ററി ആയിട്ടുള്ള ജോബുകളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ വ്യായാമമില്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ എത്താൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഇതിനെ കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഒന്ന് കുറച്ച് ലഘുവായിട്ട് ഇതിനെ കുറിച്ചൊന്ന് പറയാം. ഡയബറ്റിക്സ് അഥവാ പ്രമേഹം എന്നറിയപ്പെടുന്ന രോഗം ഇപ്പം ചെറുപ്പക്കാരിലും വളരെയധികം ഉയർന്നതായിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. കാരണം അവരുടെ ജീവിതശൈലികൾ മാറിയത് കൊണ്ടാവാം. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ശരീര അവയവങ്ങളെ ബാധിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കാനൊരു ടെൻഡൻസി കൂടുക, ദാഹം കൂടുക, വിശപ്പ് കൂടുക, ലൈംഗിക ശേഷി കുറയുക, പിന്നെ മുറിവുണ്ടായാൽ അത് ഉണങ്ങാനുള്ള താമസം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാരകമാവുന്ന ഒരു അസുഖം കൂടിയാണ്. നിങ്ങൾക്ക് സെക്കൻഡ് പൊസിഷൻ കിട്ടി. പക്ഷെ ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തൊക്കെയോ വരുന്നത് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ചിന്തിക്കില്ല ബോധമുള്ളൂ. നല്ല ബോധമുള്ള ജനങ്ങളാണ് എൻ്റെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് എന്താ പറയുന്നത് നെഫ്രോപ്പതി, പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇങ്ങനെ ഒരുപാട് പാർശ്വഫലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കൊരു സെക്കൻഡ് പ്രൈസ് കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ട് കുറച്ച് പേര് അതിന് നമ്മളെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇപ്പോൾ നമുക്ക് 2ാം സ്ഥാനം കിട്ടി, നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ജനങ്ങൾ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. കാരണം അവരുടെ ജീവിതശൈലി കാര്യങ്ങളെല്ലാം മാറി. അപ്പം നമുക്ക് കൂടുതലായിട്ട് അവരിലേക്ക് ഓറിയന്റേഷൻ കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് അല്ല, ഒരു ജീവിതശൈലി രോഗമാണ്. ഇത് പല അസുഖങ്ങൾക്കും കാരണമാകുന്നവരെ ബോധവൽക്കരിക്കുക. കൂടാതെ എന്താ പറയുക, ആയുർവേദത്തിലൂടെ നല്ല ദിനചര്യകൾ, ഋതുചര്യകളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൂടുതലായിട്ട് അവരെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളോട് സഹകരിച്ച ഇന്ത്യക്ക് നന്ദി പറയുന്നു. അത് ഇന്ത്യ ഫ്ലെക്സി കമ്പനിയും കോൾ കമ്പനിയും ഇപ്പോൾ നഷ്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ലാഭം വളരെ